രാവിലെ വന്നിട്ട് ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തുറന്നപ്പോഴാണ് വണ്ടി കണ്ടത്. പിന്നെ കാണുന്ന പോലീസുകാരൊക്കെ വണ്ടിയൊക്കെ വന്നിട്ട് ആദ്യം വന്ന് നോക്കി. പിന്നെ 2 വണ്ടി വന്നിട്ട് ഇങ്ങനെ മുമ്പിലും പുറകിലും കിടന്നു. ഞാൻ ഡോറ് തുറന്നു. ആദ്യം ഒരു പുരുഷനെയും പിന്നെ ഒരു സ്ത്രീയും അതിൽ നിന്ന് പുറത്തെടുത്തു. ആംബുലൻസ് ഇവിടെ കിടക്കാറില്ലായിരുന്നു അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ആത്മഹത്യക്ക് ശ്രമിച്ച വിനുവും ബിൻസിയും രാവിലെ 6:15 കൂടിയിട്ടാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. ഉഷ ചേച്ചിയാണ് ഇവിടെ ഉള്ളത്. ചേച്ചി, എത്ര മണിക്കാണ് ഈ ആംബുലൻസ് കണ്ടത്? ഞാൻ കണ്ടതൊരു 8:15 മണിക്കാണ്. രാവിലെ വന്നിട്ട് ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തുറന്നപ്പോഴാണ് വണ്ടി കണ്ടത് അവിടെ. പിന്നെ കാണുന്ന പോലീസുകാരൊക്കെ വണ്ടിയൊക്കെ വന്നിട്ട് ആദ്യം വന്ന് നോക്കി. പിന്നെ 2 വണ്ടി വന്നിട്ട് ഇങ്ങനെ മുമ്പിലും പുറകിലും കിടന്നു. ഞാൻ ഡോറ് തുറന്നു. ഡ്രൈവിൻ്റെ സൈഡിൽ ലോക്കഡായിരുന്നു, ഒന്ന് തുറക്കാൻ പറ്റിയില്ല. പിന്നെ പുറകിൽ തുറന്നപ്പോൾ ഇങ്ങനെ പുറകിൽ തുറന്നപ്പോൾ അവർ ആ സൈഡിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇത് 2 പേര് കിടന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഒരു പുരുഷനെയും പിന്നെ ഒരു സ്ത്രീയും അതിൽ നിന്ന് പുറത്തെടുത്തു. പോലീസ് ജീപ്പിക്കേറ്റ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആംബുലൻസ് ഇവിടെ കിടക്കാറില്ലായിരുന്നു അല്ലേ? ഇല്ല ഇല്ല ഇല്ല, കിടക്കാറില്ല സ്ഥിരമായിട്ട്. ചേച്ചി രാവിലെ വന്നപ്പോൾ കണ്ടത് ഈ ആംബുലൻസ് ഇവിടെ കിടക്കുന്നതാണ്. 8:15 കൂടിയിട്ടാണ് ആംബുലൻസ് കണ്ടത്. ഇത് കണ്ടെത്തുന്നത് ഏകദേശം 9 മണിയോട് കൂടിയിട്ടാണ് പോലീസ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇക്കാര്യം കൺട്രോൾ റൂമിൽ വിളിച്ചറിയിക്കുന്നു. പോലീസ് എത്തി പരിശോധന നടത്തുന്നത്. എന്നോട് ആ സൂയിസൈഡ് നോട്ടിൽ പറഞ്ഞിരുന്നത് ഈ പരാതിക്കാരി ജോലി ചെയ്യുന്നത് CMFRIയിലാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ആ ഹൈക്കോടതിക്കും ഈ CMFRIയുടെയും അടുത്തായിരിക്കും ഇവർ 2 പേരും കൈപിടിച്ച് ആംബുലൻസിനുള്ളിൽ വിട പറയുന്നത് എന്നുള്ള രീതിയിലാണ് ആ സൂയിസൈഡ് നോട്ടിൽ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് പ്രധാനമായിട്ടും അന്വേഷിച്ചത് ആ സൈഡായിരുന്നു, CMFRIയുടെ സൈഡ്. അതായത് റോസറി പാലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴിയുണ്ട്. അവിടെയെല്ലാമാണ് പോലീസ് കുറേ അലഞ്ഞു. അതിൻ്റെ കൂടെ ഞാനും രാവിലെ കാറും എടുത്ത് ഇവിടെ എല്ലാം അന്വേഷിച്ച് നടന്നു. ബൊൾഗാട്ടി പാലത്തിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഈ മംഗളവനത്തിലും ഒക്കെ പോയി ഞാൻ അന്വേഷിച്ചു. പോലീസിനൊപ്പം തന്നെ പോലീസ് മറ്റൊരു രീതിയിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന ഇടയിലാണ് ഈ വാഹനം ഇവിടെ കിടക്കുന്നത്. ഞാൻ ഇതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനം ഇവിടെ കിടക്കുന്നത് കണ്ടു. കേരള പോലീസ് എന്നും ഫയർ ആൻഡ് റെസ്ക്യൂ എന്നും RPF എന്നും ഒക്കെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇത് സർക്കാർ വാഹനമായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് ഞാൻ ബൊൾഗാട്ടി പാലത്തിനടുത്ത് പോയി അവിടെ നിന്ന് ഇവളുടെ അയൽക്കാരിയെ വിളിച്ച് ഈ വണ്ടിയുടെ നമ്പർ ചോദിക്കുന്നതിനിടയിൽ ഇദ്ദേഹം എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്താണ്. ഫേസ്ബുക്കിലൊന്ന് പരതിയപ്പോഴാണ് ഈ ആംബുലൻസിൻ്റെ ചിത്രം കാണുന്നത്. ആ ചിത്രം കണ്ട ഉടൻ തന്നെ ഞാൻ തിരികെ വരികയായിരുന്നു. അപ്പോഴേക്കും ഇവിടെ കൺട്രോൾ റൂം പോലീസ് എത്തി അവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്തായാലും ഒരു വ്യാജ പരാതിയെ തുടർന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് ഈ സൂയിസൈഡ് നോട്ടിൽ പറയുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.